വിനോദയാത്രക്കിടെ കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ചിക്കമംഗളൂരു സർക്കാർ ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അസ്വാഭാവികതയില്ലെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം കുടുംബം വലിയ തോതിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട്, അന്വേഷിക്കണം, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയതാണോ എന്നുള്ള സൂചനകൾ, അതിനുള്ള സാധ്യതകൾ കുടുംബം പറഞ്ഞിരുന്നു. ഷഫീഖ് നസറുള്ള ചിക്കമംഗളൂരിൽ നിന്ന് ചേരുകയാണ്. ഷഫീഖ്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതിലേറ്റവും പ്രധാനമായി നമുക്ക് തോന്നുന്നത്. കാരണം അസ്വാഭാവികതയില്ല എന്നാണ് ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ശ്രീനന്ദ കാൽ വഴുതി വീണതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ താഴേക്ക് പതിച്ചതോ ആകാം എന്നായിരിക്കാം ഒരുപക്ഷെ കരുതുന്നത്, അല്ലേ? തീർച്ചയായും ചിക്കമംഗളൂരു ഗവൺമെന്റ് ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ആംബുലൻസിൽ നാട്ടിലേക്ക് മൃതദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രാവിലെയോടെ ഈ മൃതദേഹം പാലക്കാട് വീട്ടിലെത്താനാവും എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ഷഫീഖിന്റെ ശബ്ദത്തിൽ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്, ചില സാങ്കേതിക തടസ്സങ്ങൾ, ഫോൺ കോൾ കൃത്യമായി കണക്ട് ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഷഫീഖ് പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ കുടുംബാംഗങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ നാളെ രാവിലെ ഏതാണ്ട് ഒരു 8 മണിക്ക് മുൻപായി പാലക്കാടേക്ക് മൃതദേഹം എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷഫീഖ് നസറുള്ള ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷഫീഖ്, അവിടെ നിന്ന് കുടുംബം മൃതദേഹവുമായി നാട്ടിലേക്ക് തിരിച്ചു, അല്ലേ? ഗവൺമെന്റ് ആശുപത്രിയുടെ മോർച്ചറിയിൽ അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം ആംബുലൻസിൽ മൃതദേഹവുമായി നാട്ടിലേക്ക് ബന്ധുക്കൾ പുറപ്പെട്ടു. രാവിലെയോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കാനാവും എന്നാണ് ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത്. നാട്ടിലെത്തി ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നടപടിയുടെ പ്രാഥമികമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ശരീരത്തിൽ സ്വാഭാവികമായ സ്വഭാവത്തിലുള്ള ചടവുകളോ പാടുകളോ ഇല്ല എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം വസ്ത്രങ്ങൾ കീറിയിരുന്നു. അത് ഈ മരച്ചില്ലകളിൽ കട്ട് ചെയ്തുകൊണ്ടുള്ള കൊണ്ട് വസ്ത്രങ്ങൾ കീറിയതാവാം എന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എന്നാൽ ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോരുകയാണ്. ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. നാളെ പാലക്കാടേക്ക് അതിരാവിലെ എത്തും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻക്വസ്റ്റിൽ അസ്വാഭാവികതയില്ല എന്നുള്ളതാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്നാണ് ഷഫീഖ് റിപ്പോർട്ട് ചെയ്യുന്നത്.